ചങ്ങായിമാർ ഇന്നലെ 24 ന്യൂസ് നടന്ന ചർച്ചയിൽ പച്ച വർഗീയതയും പൊട്ടത്തരായിട്ട് പോയ നമ്മുടെ സംഘിയുടെ എല്ലാമായ ഗുരുമൂർത്തി ഇല്ലേ, കുരുപൊട്ടിമൂർത്തിന നമ്മളെ ആശ്മിയും രാജു പി നായരും കൂടി ഉണ്ടല്ലോ കണ്ടം വഴി ഓടിച്ച് ഒരു 1.5 കണ്ടം വഴി ഓടിക്കല്. നന്ദഗോവിന്ദം ഭജൻസ് അമ്പലത്തിൽ ക്രൈസ്തവ ഗാനം പാടിയതിന് സോഷ്യൽ മീഡിയയിൽ ആദ്യം തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് നമ്മളെ വിശകലയല്ല, ഈ ചങ്ങയാണ് ഈ കുരുപൊട്ടിമൂർത്തി. ഈ കുരുപൊട്ടിമൂർത്തിക്ക് കുരുപൊട്ടിയ ശേഷമാണ് വിശകലക്ക് പോലും കുരുപൊട്ടിയത്. എന്തായാലും ചർച്ചക്ക് വന്നിട്ട് പച്ച വർഗീയതയും പൊട്ടത്തരവും പറഞ്ഞിട്ട് മെല്ലെ സംഘികളെ സുഖിപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കിയാ നമ്മൾ ഈ കുരുപൊട്ടിമൂർത്തിന അവിടെ വെച്ച് ആശ്മിയും രാജു പി നായരും കൂടി ഉണ്ടല്ലോ നാണം കെടുത്തി വിട്ട ആ മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് RSSന്റെ ഒരു പോഷക ഭജന സംഘമല്ല. അവരെ വളർത്തിക്കൊണ്ടുവന്നത് അവരുടെ കഠിനാധ്വാനം മാത്രമാണ്, അല്ലാതെ RSS അവരെ വളർത്തിക്കൊണ്ടുവന്നതല്ല. അതായത് ക്ഷേത്ര കമ്മിറ്റിയുടെ വേമ്പിംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെ കൺവീനറുടെ ആ വാർത്താക്കുറിപ്പിൽ വരികയാണ്. അതായത് ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനികളും തിരിതെളിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തിരിതെളിക്കാറുണ്ട്. എല്ലാ വർഷവും നടക്കുന്നത് അതാണ്. ഈ നാട്ടിലെ സമ്പ്രദായം, ഈ നാട്ടിലെ ഏകതയും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീന പഠിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗാനം പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു തെറ്റും കണ്ടില്ല. അതൊരു വലിയ അപരാധമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ദേശത്തെ ഇത്തരത്തിലുള്ള വിവാദം ഇളക്കിവിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ. ആ ക്ഷേത്ര കമ്മിറ്റി കൺവീനർ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഈ ഗുരുമൂർത്തി? എനിക്കെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഈ വിഷയം എന്നെ അറിയിക്കുന്നത് അവിടെ ആ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ എനിക്ക് വീഡിയോ അയച്ചു അവിടുന്ന്. അപ്പോൾ ആ വീഡിയോ നോക്കുമ്പോൾ നവീൻ പറയാണ്, ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ഇവിടെ, ഞങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് അനുവദിച്ചത് അവരുടെ പള്ളി വകയുള്ള സ്ഥലത്താണ്. അപ്പോൾ അതിന് അവർക്കൊരു താങ്ക്സ് ഗിവിംഗ് ആയിട്ടൊരു പാട്ട് പാടാൻ പോവാണ് എന്ന് പറഞ്ഞു. ശരി, ജനങ്ങളെല്ലാം ശരി. ഞാൻ 4 വരിയാണ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ കൂടെ വളർന്ന് ഹിന്ദുക്കളുടെ ക്ഷേത്ര പരിപാടിയിൽ പാടി പേരും പ്രശസ്തിയുമായ ശേഷം ക്ഷേത്ര പരിപാടികളിൽ വളരെ വ്യക്തമായിട്ട് ക്ഷേത്രത്തിന്റെ പരിപാടികളിൽ ഹല്ലേലൂയ പാടുന്നത് വലിയ തെറ്റാണ്. ഒരു കാര്യം ഞാൻ പറയാം. ആകെ നമ്മൾ പറഞ്ഞത് ഗാനമേളയ്ക്ക് മാർക്കോസോ യേശുദാസോ ഒക്കെ അമ്പലത്തിന്റെ ഗാനമേളയ്ക്കും പാടാറുണ്ട്, പള്ളിയുടെ പെരുന്നാളിന്റെ ഗ്രൗണ്ടിൽ പാടാറുണ്ട്, അവിടെ പള്ളിക്കെട്ടും പാടാറുണ്ട്. ഇവിടെ ഇസ്രായേൽ നാഥൻ അതൊക്കെ നമ്മൾ കൈയടിച്ച് പാടുന്നത് പോട്ടെ, സ്നേഹദൂത പാടി എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പാടുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ വിമർശിക്കപ്പെട്ടത് ക്രിസ്തു മതമല്ല, വിമർശിക്കപ്പെട്ടത് ഇസ്ലാം മതമല്ല, വിമർശിക്കപ്പെട്ടത് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റിനെ ഒരു ഷിഫ്റ്റിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുക ചെയ്തു. അതായത് ഇവരെ വളർത്തിയത് ഒരു സംശയം വേണ്ട. അല്ല, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി അവർ പാടുന്നത് ഒന്നാമത് ക്ഷേത്ര മതത്തിനകത്ത് അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്തല്ല എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്ര മതത്തിന് പുറത്താണ് എന്ന ക്ഷേത്ര കമ്മിറ്റി പറയുന്നത്. ആ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല, പാട്ട് കേട്ടവർക്ക് പ്രശ്നമില്ല, പാട്ട് പാടിയവർക്ക് പ്രശ്നമില്ല. ആർക്കുമില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ് പാൻഡിമോണിയം? അവർക്കില്ലാത്ത പാൻഡിമോണിയം നിങ്ങൾക്ക് എന്തിനാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി? അതിനെ ചോദിക്കുന്നത്, അവർക്കില്ലാത്ത പാൻഡിമോണിയം നിങ്ങൾക്ക് എന്തിനാണ്? നന്ദഗോവിന്ദൻ ഇവിടെ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് എടുത്തു. എല്ലായിടത്തും പരിപാടി കിട്ടാൻ വേണ്ടിയിട്ടും വീസ ഒപ്പിക്കാൻ വേണ്ടിയിട്ടും അവര് ഹിന്ദു ക്ഷേത്രങ്ങളിലൂടെ വളർന്നു വന്നിട്ട് വിസ കിട്ടാൻ വേണ്ടിയാണോ? വിസ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ഉള്ളിലിരിക്കുന്ന മതവിദ്വേഷം എത്രത്തോളം ഉണ്ടെന്ന് അതാരും നമ്മളെ പുതിയ പഠിപ്പിക്കണ്ട. അപ്പോൾ ഞങ്ങളെ സമാധാനം പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ കുരിശുദ്ധം നടത്തിയ ഈ നിഷ്ഠുരമായ സഭ ഒന്നിനും പുറപ്പെട്ട കാര്യമൊന്നുമില്ല. ഭാഷ നിങ്ങൾ ഈ നൂറ്റാണ്ടിലേക്ക് വരൂ. അല്ല സാധാരണ ഹാഷ്മി എന്തായാലും ഗുരുമൂർത്തി എനിക്ക് അപ്പം ലൈറ്റ് നോട്ട് എന്നെ സാധാരണ സുഡാപ്പി എന്ന് വിളിക്കാറില്ല RSS. സാധാരണ എന്നെ സുഡാപ്പി എന്ന് വിളിക്കാറില്ല. അവരിപ്പോ ക്രിസ്ത്യാനിയാക്കി മാറ്റി. വേറെ പണിയുണ്ടാ നോക്ക്, വേറെ വല്ല പണിയുണ്ടാന്ന് നോക്കി. പിന്നെ അതേ രാഹുൽ ഗാന്ധി ഹിന്ദു എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ ഒന്നും എന്താ പറയാ ഈ സഫിക്സും പ്രീഫിക്സും കണ്ടീഷനാലിറ്റി ഒന്നും കൊണ്ടുവരരുത്. അമ്പലത്തിന് പുറത്തായിരുന്നു, പള്ളിയുടെ എന്ത് അമ്പലത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് പാടി ആർക്കെ അവിടെ എന്താ ചെയ്തത്? അവിടെ ഇരുന്ന മനുഷ്യരെ ആവശ്യപ്പെട്ട് ആ മനുഷ്യർക്ക് പ്രശ്നമില്ലാതെ അവിടെ പാട്ട് കൊടുത്ത് നാട് ഒരുമിച്ച് ഒരു സംസ്കാരത്തെ ഒരുമിച്ച് പുൽകുന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ പുറത്തേക്ക് പോയി ഈ പറയുന്ന ഈ വർഗീയ കോമരകൾക്ക് നമ്മൾ അവരുടെ 1% പോലും പറയേണ്ട കാര്യമില്ല. അമ്പലത്തിനകത്ത് പാടി അവിടെയുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവർ പാടി. എന്താ കുഴപ്പം? ആർക്കെ അവിടെ കുഴപ്പം? എത്രയോ പള്ളികളുടെ മുറ്റത്ത് നടക്കുന്നത്. ഞാൻ പള്ളുരുത്തിൽ അഴകിയാക അമ്പലത്തിന്റെ അവിടെ 50 മീറ്റർ അപ്പുറം ഉള്ള വീട്ടിലെ ഞാൻ ജനിച്ചുള്ളത്. എന്റെ കുട്ടിക്കാലത്തുള്ള അഴകിയാക അമ്പലത്തിലെ ഗാനമേളകളിൽ എത്രയോ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ സിനിമാ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ആർക്ക് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടായിട്ടുണ്ട്? ഈ പറയുന്ന വിഷജന്തുക്കളിൽ നിന്ന് നോക്കിക്കൊണ്ട് നമ്മൾ അവരുടെ മേൽ കണ്ടീഷൻ ഒന്നും കൊണ്ടുവരല്ലേ? അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അവരെ ചെയ്യുന്ന ഒരു കണ്ടീഷനും ഇല്ല. ഒരു കണ്ടീഷൻ അൺകണ്ടീഷണൽ ആയിട്ട് കേരളത്തിൽ നിന്ന് അവർ മതങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് സൗഹാർദ്ദം ഉണ്ടാക്കാൻ. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ഈ രാജ്യത്തെ മുഴുവൻ പിടികൂടി വിഴുങ്ങാൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷയാണ് നന്ദഗോപൻ. ഞാനിവരെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നവരൊന്നുമല്ല, ഞാൻ അത്രത്തോളം വലിയ താല്പര്യം കാണിച്ചിരുന്നതല്ല. പക്ഷേ അവര് ഇന്ന് നമ്മുടെ പ്രതീക്ഷയാണ്. നമ്മുടെ ഒരു പുതിയ തലമുറ ഒരു മനുഷ്യരെ മുഴുവൻ ഈ മതസൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ. കാരണം നിങ്ങളെ ശത്രുക്കൾ ഇവരാണ് എന്ന് ജനങ്ങളോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന കുറെ വിശകലമാരല്ലേ ഇവിടെ നിൽക്കുന്നത്. അവിടെ രാഹുൽ അതിനകത്ത് ഒന്നും നോക്കണ്ട. ഇവരെ ഒന്നും നന്നാക്കി കൊണ്ടുവരാൻ പറ്റുന്ന അല്ല രാഹുലെ. ഇതൊന്നും നിഷ്കളങ്കമല്ല. ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് 2 IS ഭീകരന്മാരെ പിടികൂടി.
രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുന്നതിന് വേണ്ടി അവിടെ ബോംബ് ആക്രമണം നടത്തുന്നതിന് വേണ്ടി പിടികൂടുക. ഒരു പ്രശ്നമില്ലല്ലോ ഗുരുമൂർത്തിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അറിയോ, പിടിക്കപ്പെട്ട രണ്ട് ഹിന്ദുക്കളെ ഗുരുമൂർത്തിക്ക് ഒരു പ്രശ്നമില്ല. എങ്ങാനും ഒരു അബ്ദുള്ളയോ അല്ലെങ്കിൽ മനാഫോ ആയിരുന്നെങ്കിൽ ഗുരുമൂർത്തിയൊക്കെ ഉറഞ്ഞു തുള്ളിയാനല്ലോ, ഇല്ലേ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രദീപ് കുരുൾക്കർ RSSന്റെ വേദിയിൽ പോയി സംസാരിക്കുന്ന RSSന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിനും ഒറ്റുകൊടുത്തതിനും പിടിക്കപ്പെട്ടത്. ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ലേ? ദേവേന്ദ്ര ശർമ്മ പുൽവാമ ആക്രമണത്തിൽ അവിടുത്തെ ഭീകര താമസിച്ച അയാളുടെ വീട്ടില ദേവേന്ദ്ര ശർമ്മ, ഇല്ലേ? 92 ബോംബെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട കസ്റ്റംസുകാരെല്ലാം ഹിന്ദുക്കളായിരുന്നു. നമ്മൾ ആരെങ്കിലും അവർ ഹിന്ദുക്കളാണ് ഇവർ പറയുന്നത് കൊണ്ട് പറയുന്നത്. ഞാൻ പറയാം, ഇവര് ദേശീയതയെല്ലാം വലിയ ഹൈപ്പർ ദേശീയതയും അതെല്ലാം ഒരു മതവിഭാഗത്തിനെതിരായിട്ട് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളല്ലേ ഹാഷ്മി? എന്താ ഗുരുമൂർത്തിക്ക് അഭിപ്രായം ഇല്ലാതിരുന്നത്? ഗുരുമൂർത്തിക്ക് പോസ്റ്റില്ലല്ലോ. IS ഭീകർ രണ്ട് ഹിന്ദു വിഭാഗപ്പെട്ട ആൾക്കാരെ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ്, ഇല്ല അല്ല 5 ദിവസം മുമ്പ് ഡൽഹിയിൽ പിടിച്ചപ്പോൾ പോസ്റ്റില്ലല്ലോ, പ്രശ്നമില്ലല്ലോ, ഇല്ലേ? അതേസമയം ഏതെങ്കിലും മുസ്ലിം പേരുകാരാണെങ്കിൽ എന്ത് ചെയ്തേ? ഇവിടെ കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള പേര് നോക്കി നടക്കുന്നവരാണ് ഇവർ, ഇല്ലേ? അപ്പൊ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഈ നടത്തുന്നവരോടൊന്നും ഒരു രാഹുൽ ഈശ്വർ അങ്ങയുടെ വിമർശനമല്ല, അങ്ങയുടെ ഇത് ഞാൻ അതിന്റെ സ്പിരിറ്റ് എടുക്കുന്നു. പക്ഷേ ഇതൊന്നും നന്നാക്കാൻ കഴിയാവുന്നവരല്ല. ഇവരൊക്കെ ഈ നാടിന്റെ ശത്രുക്കളാണ്. ഇത്ര വലിയ ശത്രുക്കൾ ഈ നാട്ടിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്ര വലിയ ശത്രുക്കളാണ്, കടും വിഷങ്ങളാണ്. ജനങ്ങളുടെ മനസ്സിൽ, പാവപ്പെട്ട ആൾക്കാരുടെ മനസ്സിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി ഏറ്റവും നന്മയെ പോലും വക്രീകരിക്കാൻ നോക്കുന്ന കടും വിഷങ്ങളാണ്. ഇവരെ ഒന്നും നന്നാക്കാൻ കഴിയില്ല. ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു അവരുടെ ജീവിത പ്രശ്നത്തിൽ ഈ പറയുന്ന ശശികലയോ RV ബാബുവിനെയോ ഗുരുമൂർത്തി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആഷ്മിക്ക് ഇന്ന് വരെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ എവിടെയെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഇവർ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ട് ഇവരാരെങ്കിലും? എവിടെയെങ്കിലും ഈ ക്ഷേത്രത്തിൽ മലമെറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടി നടക്കുന്നവരാണ് ഇവർ. ഓർമ്മയില്ല 2019 മലപ്പുറത്ത് ഒരു ക്ഷേത്ര മുതലിനകത്തേക്ക് മനുഷ്യ അമേദ്യം വലിച്ചെറിഞ്ഞത് പിടിയിലായതാര RSSകാരാണ്. അങ്ങനെ എവിടെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയത ഉണ്ടാക്കി മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ചില എന്താ പറയുക ഈച്ചകളാണ് ഇതൊക്കെ. ഇവർ നാടിന് ഏറ്റവും വലിയ വിഷപ്രാണികളാണ്. അവരൊക്കെ ഇപ്പൊ ഈ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ വിഷപ്പാമ്പുകളൊക്കെ ഇറങ്ങി വരുന്നത്. അതുപോലെ ഇറങ്ങി വരുന്ന കുറച്ച് വിഷപ്പാമ്പുകൾ അവരെ അവിടെ കിടന്ന് കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ആഷ്മി അവരെയൊന്നും നന്ദഗോപൻസിനെയും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരെയൊന്നും സൈബർ ആക്രമണം കൊണ്ടും ഇവർക്ക് തോൽപ്പിക്കാന്ന് വിചാരിക്കരുത്. അവരൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ആ പാട്ട് പാടിയപ്പോൾ അവരുടെ മനുഷ്യർ മുഴുവൻ കൈയടിച്ച് അവർ പ്രോത്സാഹിപ്പിക്കരുന്നില്ലേ ഭക്തിസാന്ദ്രമായിട്ട്? എവിടെ കുഴപ്പം? കേരളം അങ്ങനെയല്ലേ? കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും നല്ലൊരു കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഞാനിപ്പോൾ നോക്കുമ്പോൾ പുതുതായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് അതിന്റെ അടിയിൽ വന്ന് കുറെ പേര് പറയാം, നിങ്ങൾക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ഹിന്ദു ഗാനം പാടാൻ പറ്റുമോ? ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പാടുന്ന പാട്ടുകളുണ്ട്. എത്ര ഞാനൊക്കെ അമ്പലത്തിൽ ഇപ്പോൾ അത് പുറത്തു പറയുന്നു. എന്താണ് ഈ പറയുന്ന പായസത്തിൽ ചിക്കൻ മസാലയുടെ കാര്യം നിക്ഷേപിക്കൽ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രമാത്രം വലിയ സംവിധാനം എല്ലാം വന്നിട്ട് ഇന്നും കേരളത്തിൽ ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നിയമസഭയിൽ. ആ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ സംഭവിച്ചു. എത്രയൊക്കെ കാണിച്ചിട്ട് നടക്കാത്ത കാര്യം. ഇവർ നാടിന്റെ ശത്രുക്കളാണെന്ന് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയുന്നവരാണ് മലയാളികൾ. നാടിന്റെ ശത്രുക്കൾ. ആ നാടിന്റെ ശത്രുക്കളായി തന്നെയാണ് അവർ കാണുന്നത്. ഏതെങ്കിലും ശത്രുക്കൾ അവിടെ നിന്ന് കുറെ വാവിട്ട് അലച്ചു കഴിഞ്ഞാൽ വട്ടന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. നമ്മൾ ഈ പറയുന്ന ഈ വഴിയിൽ പോകുമ്പോൾ ഏതെങ്കിലും കവലയിൽ നിന്ന് കള്ളു കുടിച്ച് തെറി പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യോ? നമ്മൾ നമ്മുടെ വഴിക്ക് നടന്നു പോകും. കേരളത്തിന്റെ വഴിക്ക് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇതൊന്നും ഇല്ലാത്തവരും ഇഴുകിച്ചേർന്ന് ഓണവും വിഷുവും എല്ലാം ഒരുമിച്ച് ആഘോഷിച്ച് അതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തീർന്ന് കേരളം മുന്നോട്ട് പോകും. ആ പോകുന്ന വഴിക്ക് കുറെ എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും കണ്ട് ഇങ്ങനെ കടന്ന് ചിലച്ചുകൊണ്ടിരിക്കും. ആ ചിലച്ചേൽ കടന്നൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. നമ്മൾ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ടതൊക്കെ നമ്മൾ മറുപടി കൊടുക്കും. അത്ര മറുപടി കൊടുക്കുന്നതല്ലാണ്ട് ഇതൊന്നും നമ്മുടെ നാടിനൊന്നും പോറലേൽപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ള എനിക്ക് അതൊരു തർക്കമില്ല. വെറുതെ പോയിട്ട് രാജു പി നായർ വെറുതെ ചൊറിഞ്ഞിട്ട് വയറ് നിറയെ കിട്ടിയപ്പം നമ്മുടെ കുരുവട്ടി മൂർത്തിക്ക് സന്തോഷവും സമാധാനമായിട്ടുണ്ടാവും. അതിന്റെ അടുത്ത് കുരുവട്ടി മൂർത്തി പറഞ്ഞ വൻ കോമഡി കെട്ടില്ലേ, നന്ദഗോവിന്ദ ഭജൻസ് ക്രൈസ്തവ ഭക്തിഗാനം പാടിയത് മുസ്ലിങ്ങളെ സുഖിപ്പിച്ചിട്ട് വിസ വാങ്ങിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പരിപാടി അവതരിപ്പിക്കാനാണെന്ന്. എന്ത് പറയുമ്പം അതിന്റെ അകത്തൊരു മുസ്ലിങ്ങളില്ലാണ്ട് ഈ സംഘിക്കും കുരുവട്ടികൾക്കും ഒരിക്കലും നടക്കൂല. എന്തായാലും ഈ വിഷയത്തിലുണ്ടല്ല ഇവനെപ്പോലത്തെ സംഘികൾ പച്ച വർഗീയതയായിട്ട് ഇറങ്ങിയോണ്ട് ഒരു ഗുണമുണ്ടായി നമ്മുടെ കേരളത്തിന്. എല്ലാ മതക്കാരും ഹിന്ദുവും ക്രൈസ്തവനും മുസ്ലിമും ഒരുമിച്ച് ഈ സംഘികളെ കണ്ടം വെടി ഓടിച്ച്. രാജു പി നായർ പറഞ്ഞ പോലെ ഇവന്മാരുടെ വർഗീയതക്ക് മുന്നിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കും. എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവന്മാരെ കണ്ടം വഴി ഓടിച്ചിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി സംഘിയുടെ എല്ലാമായ ഗുരുമൂർത്തി എന്ന കുരുപൊട്ടി മൂർത്തിയെ കണ്ടം വഴി ഓടിച്ച ആഷ്മിക്കും രാജു പി നായർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.